السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. ألا أيها الناس ليوم رحيله أراك عن الموت المفرق لاهيا. ألم تعتبر بالضاعنين إلى البلاء وتركيهم الدنيا جميعا كما هي ولم يخرجوا إلا بقطن وخرقة وما عامروا من منزل ظل خاليا وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ثابيا. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന കണ്ണൂർ ജില്ലയിലെ കമ്പിൽ ഈ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വേദിയിലിരിക്കുന്നവർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ആവുന്ന സേവനങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 1-2 ദിവസമായി ജലദോഷ സംബന്ധമായ ചില പ്രയാസങ്ങളുള്ളതുകൊണ്ട് മിഞ്ഞാന്നും അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളും ദുബൈയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പരിപാടികളും
ശബ്ദത്തിൻ്റെ ഇടർച്ച ഉള്ളതോടൊപ്പം തന്നെ നടത്തിയതിൻ്റെ കാരണത്താൽ ഇപ്പോഴും ആ ശരിയായ നിലക്കുള്ള എൻ്റെ ശബ്ദത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും മനസ്സിലാക്കാനുമുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അന്യൂനമായ ആദർശം എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഉണർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ ഈ ജീവിതത്തിലെ സമയങ്ങളിങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്നാണ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഭൗതികമായ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൽ നമ്മുടെ ദിവസങ്ങൾ 3 നിലക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഇതുവരെ കഴിഞ്ഞുപോയ സമയങ്ങൾ. ആ കഴിഞ്ഞുപോയ സമയങ്ങളെ സംബന്ധിച്ച് ഇനി നമുക്ക് കൂടുതലൊന്നും വിശദീകരിക്കുവാനോ അതുപോലെ തന്നെ സംസാരിക്കുവാനോ ഇല്ല. കാരണം നമ്മൾ ചെയ്ത അമലുകളുമായി, നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, നാളെ, അതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുറപ്പിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് നാളെ ഞാൻ ഉണ്ടാകുമോ, നിങ്ങളുണ്ടാകുമോ, ആർക്കും അറിയില്ല. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല. ഇന്നലെകളാണെങ്കിൽ കഴിഞ്ഞും പോയി. ഇപ്പോൾ നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം, നമ്മുടെ ഇന്നത്തെ ദിവസം ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് പ്രവർത്തിക്കാൻ, അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി സംസാരം ശ്രവിക്കുവാൻ, ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മുമ്പിൽ തരുന്ന ഓരോ ദിവസങ്ങളെയും സമയങ്ങളെയും ഏറ്റവും പ്രയോജനപ്രദമായ നിലക്ക് ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കടമ. കാരണം ഏതവസരത്തിലാണ് മരണം നമ്മെ കീഴടക്കുന്നത് എന്നൊരാൾക്കും അറിയാൻ സാധ്യമല്ല. ഒരുപാട് ആളുകളുമായി നമ്മൾ സംസാരിച്ചു, പലരുമായും നമ്മൾ പിരിഞ്ഞുപോയി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ സമ്മേളനം ഇതിവിടെ നടക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച ഈ പ്രദേശത്തുകാരനായ അബ്ദുള്ള എന്ന അബു എന്ന സഹോദരൻ, ഇത് സമ്മേളനത്തിൻ്റെ ഇതുപോലൊരു പ്രചരണ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആസ്പത്രിയിലേക്കുള്ള വഴിമധ്യേ ആ സഹോദരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് എന്നത് ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലം ധാരാളം ആളുകൾ ഈ കൂടിയിരിക്കുന്ന വേദി ആ സഹോദരൻ്റെ ഖബറിടത്തിലെ ശാന്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നീ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്ന് അവൻ്റെ സ്വർഗലോകത്ത് നമ്മെ അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നാം അറിഞ്ഞവരും അറിയാത്തവരുമായ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. കടവത്തൂരിലെ സമ്മേളനത്തിന് പങ്കെടുത്ത ഒരു സഹോദരി
ഇനി ഈ സമ്മേളനമാണല്ലോ ഉള്ളത് എന്ന പേരിൽ കാത്തിരുന്ന സഹോദരി ഇതിനിടക്ക് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകളുടെ മരണവാർത്ത ദിനേന നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ മരണവാർത്ത ഇനി ധാരാളം ആളുകൾ കേൾക്കാനിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈമാനുള്ള അന്ത്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ ആഗ്രഹം അന്ത്യം നന്നാകണം എന്നുള്ളതാണ്. നമ്മുടെ അന്ത്യം നന്നാവുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമ്മോട് ഉണർത്തിയിട്ടുള്ളത് എൻ്റെയും നിങ്ങളുടെയുമെല്ലാം അന്ത്യം നല്ല നിലയിലാവണം എന്നതാണ്. നിങ്ങൾ എന്തിനാണ് പ്രയാസം സഹിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെയുമായി വന്നവർ, പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ ഈ സമ്മേളന സദസ്സിൽ രാവിലെ മുതൽ സമാഗതരായിട്ടുള്ളതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഭൗതികമായ എന്തെങ്കിലും നേട്ടം കണ്ടുകൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നത്, അല്ലാഹുവേ, മരണം ഞങ്ങൾക്ക് നന്നാവണം, നല്ല രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയണം, ഈ ലോകത്ത് നിന്ന് ഏറ്റവും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ നല്ല നല്ല സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട്, നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയണം എന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യനും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ആശ നിറവേറണമെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ആ ആഗ്രഹം നിറവേറണമെങ്കിൽ എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം, ഏത് രാജ്യത്ത് വെച്ച് മരിക്കുന്നു എന്നതുമല്ല വിഷയം. എവിടെയും വെച്ച് മരിക്കട്ടെ, ഏതു പ്രദേശത്ത് വെച്ചും മരിക്കട്ടെ, അതിലൊന്നുമല്ല കാര്യം. പക്ഷേ എങ്ങനെ മരിക്കുന്നു എന്നത് പ്രധാനമാണ്. എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രധാനം. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. അവ മുസ്ലിമായി മരിക്കണം. മരണനേരത്ത് സന്തോഷമുണ്ടാകണം. ചുറ്റുഭാഗത്തുള്ളവർ കരയുമ്പോഴും ബന്ധുമിത്രാദികൾ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോഴും അവസാന ശ്വാസങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുള്ള ശ്വാസോച്ഛ്വാസങ്ങൾ ഇങ്ങനെ വലിച്ചു തീരുമ്പോഴും സർവശക്തനായ നാഥൻ പറഞ്ഞേച്ച റഹ്മത്തിൻ്റെ മലക്കുകളുടെ സന്തോഷകരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണോ? അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. അതേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, റബ്ബ് അല്ലാഹയാണെന്ന് പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്കൊക്കെ നല്ല മരണം കിട്ടുമോ? സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ചുള്ള ജീവിതത്തെ നേരെ ചൊവ്വേ അങ്ങ് ജീവിക്കുകയും ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിൽ അവതരിക്കും അവരുടെ മരണത്തിൻ്റെ നേരത്ത്. എന്നിട്ട് അവരോട് പറയും, വലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സുഖലോലുപതയുടെ കേന്ദ്രമായ സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചോ എന്ന സന്തോഷത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ട്
ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുന്ന മഹാന്മാര് മഹദികള്, അവരുടെ പ്രത്യേകമായ വിശേഷണമാണ് അല്ലാഹത്തിന്റെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമൂ, പിന്നീട് ജീവിതത്തെ അതിനനുസരിച്ചങ്ങ് നേരെ ചൊവ്വേ നടത്തിയവർ, ആ നേരെ ചൊവ്വേയുള്ള ഇസ്തിഖാമത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ വഴിയിൽ നിന്ന് എന്ത് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എത്ര പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നാലും, എത്ര തന്നെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നാലും, മരണം സുഖകരമാവാൻ അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള ജീവിതത്തിലെ ഇസ്തിഖാമത്ത്, ആ ഇസ്തിഖാമത്ത് എനിക്ക് നിലനിന്ന് കിട്ടാൻ റബ്ബേ നീ പഠിപ്പിച്ചിട്ടുള്ള മുസ്തഖീമായ റൂട്ടിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ. ഇത് എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ധാരാളം തവണ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണമേ. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു തേട്ടമാണത്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഞാനും നിങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ. മരണം നന്നാകണമെങ്കിൽ നേരായ മാർഗത്തിൽ ജീവിക്കണം എന്നാണല്ലോ അള്ളാഹ് പറയുന്നത്. ആ വഴിയിൽ തന്നെ നീ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണേ, നീ ആ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ. ഇത് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അല്ലാഹുവോട് പറയുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നീ ഞങ്ങളെ ചേർക്കേണ്ടത്. നീ അനുഗ്രഹിച്ചവരെന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുള്ള മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള അമ്പിയാക്കൾ, അതുപോലെ തന്നെ ദീനിനു വേണ്ടി പടവെട്ടി മരിച്ചു പോയിട്ടുള്ള ശുഹദാക്കൾ, സത്യസന്ധത ജീവിതത്തിൽ മുഖമുദ്രയായി കൊണ്ടു നടന്ന സിദ്ദീഖുകൾ, അതുപോലെ തന്നെ സച്ചരിതരായ സാലിഹീങ്ങളായി ജീവിച്ച മഹാന്മാര്, ഇവരുടെ വഴിയിലാണ് നീ ഞങ്ങളെ ചേർക്കേണ്ടത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായ കോപിക്കപ്പെട്ടവരുടെ വഴിയിൽ ചേർക്കരുത്. അതുപോലെ തന്നെ വലല്ലാഹീൻ, വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികളുടെ മാർഗത്തിലും ചേർക്കരുത്. അല്ലാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനുമൊക്കെ വിധേയരായ ആളുകൾ ആരാണെന്ന് ഖുർആനിലൂടെ ധാരാളം സ്ഥലങ്ങളിലൂടെ അല്ലാഹ് പഠിപ്പിച്ചതുമാണ്. യഹൂദികളുടെ പാതയും നസ്രാനികളുടെ പാതയും വഴിപിഴച്ചു പോയിട്ടുള്ള സർവകക്ഷികളുടെയും പാതയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയിട്ടുള്ള മഹാന്മാര് നടന്ന വഴിയിലൂടെ പതറാതെ, ഒരിക്കലും നിരാശ തോന്നാതെ, ഒരു നിലക്കും പിന്മാറ്റമില്ലാതെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നീ ഞങ്ങളെ മുന്നോട്ട് നയിക്കണേ. ഇതാണ് നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ സഹോദരന്മാരെ, ആ തേട്ടം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമുണ്ടോ? തേടുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ ചെയ്യാത്ത ഒരു പ്രാർത്ഥന, അത് കേവലം നിരർത്ഥകമായ പ്രാർത്ഥനയാണ്. അതേ, ആരോഗ്യം തരണേ അല്ലാ എന്ന് ചോദിച്ചിട്ട് ആരോഗ്യമുണ്ടാകാൻ ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എനിക്ക് ആഫിയത്ത് തരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അല്ലാഹുവേ നീ എനിക്ക് റിസ്ക് തരണേ, നീ എനിക്ക് ആഹാരം തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ആഹാര സമ്പാദനത്തിന് അനിവാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതത്തിൽ മടിയനായി ഒരു ഭാഗത്ത് കുത്തിയിരുന്നാൽ അവന് റിസ്ക് ലഭിക്കുമോ? പ്രിയമുള്ളവരെ, അപ്പോൾ അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന കാര്യം, ആ തേടുന്ന കാര്യം എന്താണെങ്കിൽ ആ തേടുന്ന കാര്യം ലഭിക്കുവാൻ ആവശ്യമായി നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് അല്ലാഹുവിനോട് നമ്മൾ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ആ ഹിദായത്ത് നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടോ, അറിയാനുണ്ടോ, ചിന്തിക്കാനുണ്ടോ, മനസ്സിലാക്കാനുണ്ടോ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല.
അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച പാത അമ്പിയാക്കളുടെ പാതയാണ്, ശുഹദായിൻ്റെ പാതയാണ്, സിദ്ദീഖീങ്ങളുടെ പാതയാണ്, സാലിഹീങ്ങളുടെ പാതയാണ്. അവരൊക്കെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യമായി പഠിപ്പിച്ച, വളച്ചുകെട്ടില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ച ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളയല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് ഒരു ശക്തിയുമില്ല എന്ന ഏറ്റവും മഹത്തായ ആദർശമാണ് സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും ആദ്യമായി അവരുടെ ജനതയോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകന്മാരെയും ഒരു ദൂതന്മാരെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ ദൂതനിലേക്ക് നാം വഹി അറിയിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ, അന്നഹു നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനൊഴികെ ഒരാരാധ്യനുമില്ല. അല്ല പറയുകയാണ് ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. ഇത് പറയാത്ത ഒരൊറ്റ പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടില്ല. ആ പ്രവാചകന്മാരൊക്കെ റബ്ബിനെ പരിചയപ്പെടുത്തിയവരാണ്, റബ്ബിനെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മുഴുവനും റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചതാണ് പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അമ്പിയാക്കന്മാർ മുഴുവനും അവർ നല്ല നല്ല സൽക്കർമ്മങ്ങളിൽ വളരെയേറെ മുന്നേറിയവരായിരുന്നു. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എവിടെ കിട്ടുന്നുവോ ആ നന്മയുടെ മുഴുവൻ അവസരങ്ങളെയും ധൃതിപ്പെട്ട് അതിലേക്ക് ഓടിച്ചെന്ന് നല്ല നല്ല കാര്യങ്ങൾക്ക് അവസരം കിട്ടുന്നത് മുഴുവൻ മുതലെടുത്തുകൊണ്ട് നന്മയിൽ മുന്നേറുന്നവരായിരുന്നു. വയദ്ഊനനാ, അവർ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. റഗബൻ വറഹബാ, വളരെ ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയപ്പാടോടുകൂടി. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മുടെ കാര്യത്തിൽ നമ്മോട് വളരെയേറെ ഭയഭക്തിയോടെ ജീവിച്ചിരുന്നവരായിരുന്നു. ഇതാണ് അല്ലാഹു മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഞാനും നിങ്ങളും റബ്ബിനോട് തേടിക്കഴിഞ്ഞു, തേടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. അമ്പിയാക്കളുടെയും നല്ലവരുടെയും പാതയിൽ നീ ചേർക്കണം. ലോകത്ത് അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒന്നാമത്തെ വിഷയം തന്നെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു വിഭാഗം ആളുകൾ. വേറൊരു കൂട്ടം ആളുകൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാമെന്ന വഴിപിഴച്ചിട്ടുള്ള വാദങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയം? അല്ലാഹു തആല അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാതൃകകൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നോക്കൂ, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നോക്കൂ, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നോക്കൂ. ഇനി അതല്ല, പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞവരും അല്ലാത്തവരുമായ മഹാത്മാക്കളും മഹദികളുമായ ആളുകളൊക്കെ സർവശക്തനായ റബ്ബിനോട് മാത്രം തേടിയ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുഴുവനും എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകാതെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനോട് മുഴുവൻ വിശ്വാസികളും തേടുന്ന തേട്ടം റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ.
ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഫിറുകളായ നിഷേധികളായ ഏതൊക്കെ ജനങ്ങളുണ്ടോ അവർക്കെല്ലാം എതിരെ നീ ഞങ്ങൾക്ക് കാവല് തരണേ, നീ ഞങ്ങളെ സഹായിക്കണേ. ഇതാണ് മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു പാതയിൽ നിന്നാണ് സമൂഹം എന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നിയന്താവ്, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഇവിടെ വേണ്ടതെല്ലാം വേണ്ട അളവിൽ ലോകത്തിന് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന സർവലോക പരിപാലകനായ റബ്ബ്, ആ റബ്ബിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവൻ്റെ മുമ്പിൽ മാത്രമാണ് നമിക്കേണ്ടത്, അവൻ്റെ മുമ്പിൽ മാത്രമാണ് വണങ്ങേണ്ടത്. അവൻ്റെ എല്ലാ കൽപ്പനകളെയും ജീവിതത്തിൽ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന കൃത്യമായ ബോധത്തോടുകൂടി ജീവിക്കാതെ സർവലോക പരിപാലകനായ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോയി അള്ള പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിഭിന്നമായ മറ്റ് ചില റൂട്ടുകളിലേക്ക് ജനങ്ങൾ പോയപ്പോഴാണ് കാലാകാലങ്ങളിലായി അമ്പിയാക്കന്മാർ ഈ ലോകത്തേക്ക് വരേണ്ടി വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കളൊക്കെയും ഈ സമുദായത്തെ നേർവഴിയിലേക്ക് നയിച്ചവരാണ്. നേരായ വിശ്വാസം, ഒരു കുഴപ്പവുമില്ലാത്ത ആദർശം പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയവരാണ്. പക്ഷേ പിൽക്കാലത്തുള്ള ആ പ്രവാചകന്മാരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരാണ്. ആ പ്രവാചകന്മാരിവിടെ പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട്, അവർ പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ട് വേറെ ചില തലങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അള്ളാഹു പിന്നെയും പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നത്. അങ്ങനെ അയച്ചിട്ടാണ് അവസാനം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയുക്തനായത്. അതേ മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? മഹാന്മാരെ കുറിച്ച് അതിരുകവിഞ്ഞ വിശ്വാസമുണ്ടായി. അള്ളാനെ പറ്റി വിശ്വസിക്കുന്നത് പോലെ മഹാന്മാരെ കുറിച്ച് വിശ്വസിക്കാൻ തുടങ്ങി. അള്ളാഹ് ഓരോരുത്തരെയും ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളെ അമ്പിയാക്കളെന്ന നിലക്ക് ബഹുമാനിക്കണം, ആദരിക്കണം. ഔലിയാക്കളെ ഔലിയാക്കളെന്ന നിലക്ക് ആദരിക്കണം, ബഹുമാനിക്കണം. മാതാപിതാക്കളെ മാതാപിതാക്കളാണെന്ന നിലക്ക് ആദരിക്കണം, ബഹുമാനിക്കണം. തന്നേക്കാൾ മുതിർന്നവരെയും ഗുരുനാഥന്മാരെയും അതുപോലെയുള്ള ആളുകളെയുമൊക്കെ ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആദരിക്കണം, ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആദരവ് വിട്ടുകൊണ്ട് ആരാധനയായി പോകുന്നു. ഇതാണ് സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണോ വിശ്വസിക്കേണ്ടത്, ആ വിശ്വസിക്കേണ്ടത് അവൻ ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ. സർവശക്തനായ അള്ളാഹു, അവനെപ്പോലെ ആരും തന്നെ ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരും കഴിയുന്നവരും രക്ഷിക്കുന്നവരും സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട് എന്ന അബദ്ധമായ ധാരണയാണ് ലോകത്ത് ഇബ്ലീസ് ശൈത്താൻ ജനമനസ്സുകളിൽ കുത്തിവെച്ചത്. അങ്ങനെയാണ് ലോകത്ത് ശിർക്ക് കടന്നു വന്നത്. മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച്, മഹാന്മാരായ മഹത്തുക്കളെ കുറിച്ച്, അവരെക്കുറിച്ച് വിശ്വസിക്കരുതാത്ത കാര്യങ്ങൾ വിശ്വസിച്ച്, പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് മഹാന്മാരെയും മഹദികളെയും ഉയർത്തിവെച്ചതാണ് ലോകത്ത് ശിർക്കിൻ്റെ തുടക്കവും പിന്നീട് അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ പ്രചാരത്തിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പരിഹാരം യഥാർത്ഥത്തിലുള്ള അള്ളാഹു നമ്മെ എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതിലേക്ക് മടങ്ങി വരൽ മാത്രമാണ്. പരിധി വിട്ടുകൊണ്ട് ആരെക്കുറിച്ചും പറയണ്ട, അതിര് വിട്ടുകൊണ്ട് ആരെക്കുറിച്ചും വിശ്വസിച്ചുകൂടാ. അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ നിയന്ത്രണം, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അവനെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുള്ള ആ അറിവ്, അതിലുള്ള അതേ കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സർവ്വലോക പരിപാലകനായ അള്ളാഹുവാണ്. അതിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത് ചില ഔലിയാക്കന്മാരാണ്. അവർക്ക് ചില പേരുകളിട്ടു, ഖുതുബുൽ അഖ്താബ്,
ലോകത്തിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിലാണ്. മുഴുവൻ കാര്യങ്ങളും അവർ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം നിയന്ത്രിച്ചു പോരുകയാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ തകരാതെ അതിൻ്റെ വ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത് അവരുടെ പ്രവർത്തനം മുഖേനയാണ്. ഭൂമിയിൽ മഴ വർഷിപ്പിക്കുന്നത്, സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, ഭൂവാസികൾക്ക് അന്നം നൽകുന്നത് പോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളിലൊക്കെ കുത്തുബുകളാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഏത് കാലഘട്ടത്തിലും ഒരു കുത്തുബുണ്ടാകും. അങ്ങനെ കുത്തുബുസ്സമാൻ, കുത്തുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രത്യേകമായ പദവികൾ ഉണ്ടാക്കി. ഗൗസുൽ അഅ്ലം എന്ന പേരിൽ ചില പദവികൾ ഉണ്ടാക്കി. അബ്ദാലുകൾ, ഔതാദുകൾ, നുജബാഉകൾ, നുഖബാഉകൾ എന്നൊക്കെയുള്ള ചില പേരുകൾ ഇട്ടു. ഇതൊക്കെ ഔലിയാക്കന്മാർക്ക് ചില പ്രത്യേകമായ സ്ഥാനപ്പേരുകൾ നൽകിയതാണ്. അങ്ങനെയുള്ള അമ്പിയാക്കളും ഔലിയാക്കളുമൊക്കെയാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് ഒരു കാര്യം നേടണമെങ്കിൽ നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല. അള്ളാഹ് ഉത്തരം തരാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് മഹാത്മാക്കൾക്ക് മാത്രമാണ്. അതിനാൽ കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കുന്നതാണ്. അവർക്കാണ് ഉത്തരം ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. സാധാരണക്കാരന് അങ്ങനെ ഉറപ്പ് കിട്ടിയിട്ടില്ല. അതിനാൽ അള്ളാഹുവിനോട് തേടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് തേടലാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ അച്ചടിച്ച് വിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ അച്ചടിച്ച് വിൽക്കുന്ന മുഹീദ്ദീൻ മാലയുടെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു ഫൈസി എഴുതിയ വരികളാണ് നിങ്ങൾ കേട്ടത്. കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. കാരണം ഉറപ്പ് അവർക്കേ അല്ലാഹ് കൊടുത്തിട്ടുള്ളൂ. സാധാരണക്കാരായ നമ്മൾ അള്ളാഹിനോട് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം തരാമെന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതിനാൽ അള്ളാഹുവിനോട് തേടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് തേടലാണ്. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലപ്പാട്ടിന് വിശദീകരണം എഴുതിയപ്പോൾ എഴുതിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഉറപ്പില്ല. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ പടപ്പുകളോട് ചോദിക്കാം. അതിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ളത്. നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഉത്തരം തരാമെന്നുള്ള ഉറപ്പ് തന്നിട്ടില്ല. അത് മഹാന്മാർക്കേ അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ മഹാന്മാരോടാണ് ചോദിക്കേണ്ടത്. അതാണ് ഏറ്റവും ഉത്തരം കിട്ടാൻ നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് സമുദായത്തിലെ ചില ആളുകൾ ഇപ്പോഴും എത്തി നിൽക്കുന്നത്. അവരാണ് മംഗലാപുരം സംവാദത്തിൽ വെച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരണേ, അതല്ലെങ്കിൽ നേരായ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണമേ എന്ന് അള്ളാഹുവിനോട് ലോക മുസ്ലിമീങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അതേ പ്രാർത്ഥന. യാ ശൈഖ് മുഹീദ്ദീൻ ശൈഖേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയാൽ അതിൽ യാതൊരു അപാകതയുമില്ല. ശൈഖ് അവറുകളാണ് ലോകത്തിൻ്റെ സൃഷ്ടാവെന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം പടച്ചവൻ അല്ലാഹ് മാത്രമേയുള്ളൂ, ശൈഖ് പടച്ചവനല്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ ശൈഖിനോടും ചോദിക്കാം. അത് ഹിദായത്തിനെയും ചോദിക്കാം, നരകത്തിയിൽ നിന്ന് കാവൽ തരാനും ചോദിക്കാം. ഈ വിശ്വാസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പലരും പാരായണം ചെയ്യുന്ന കുത്തുബിയത്തിലൂടെ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് വഉദ്ദനി മിൻ മുരീദീന ഹിജികൽ അഖ്വം വമിൻ നബീദിക അബ്ദൻ തായിഅൻ നദ്വം ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യിദ്ദീൻ. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് പറയുകയാണ്, അള്ളാഹു നിങ്ങൾ നടന്നിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങൾ എന്നെ പ്രവേശിപ്പിക്കണേ, എനിക്കതിലേക്ക് വെളിച്ചം കാണിക്കണേ. അങ്ങയുടെ ഏറ്റവും വലിയ മുരീദുമാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾക്കൊള്ളിക്കണം. എന്നെ നരകാഗ്നിയിൽ നിന്ന്, അതേ കത്തിയാളുന്ന നരക
നരകത്തീയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, എന്നെ രക്ഷിച്ചുകൊള്ളണേ. കാരണം എന്താ? ശൈഖ് അടക്കമുള്ള എല്ലാ ആളുകൾക്കും മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് മാത്രമുള്ള ഒരു സിഫത്താണ് ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവൻ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അവനെല്ലാം അറിയാം. അവന് മനുഷ്യ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് അറിയാം. ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നതും അവൻ അറിയുന്നുണ്ട്. എല്ലാം അവൻ കാണുന്നുണ്ട്, എല്ലാം അവൻ കേൾക്കുന്നുണ്ട്, എല്ലാം അവൻ നോക്കുന്നുണ്ട്. അവന് ഉറക്കമില്ല, അവന് മയക്കമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല. ഇങ്ങനെയൊക്കെ സർവശക്തനായ അല്ലാഹു തആല പറഞ്ഞിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ശേഷമുള്ള എത്രയോ ഉള്ള ആളുകളെ സംബന്ധിച്ച് പോലും ഈ തെറ്റായ അതിരുകവിഞ്ഞ വിശ്വാസങ്ങളാണ് സമൂഹത്തിൽ നിന്നും കൊണ്ടു നടക്കുന്നത്. വാസ്തവത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ കൺമുമ്പിലുണ്ടായിരുന്ന സഹാബത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നില്ല. വളരെ സുവ്യക്തമായ, ആർക്കും ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വളരെ കൃത്യമായ ചരിത്രങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെങ്കിൽ ആരെങ്കിലും അവിടുത്തോട് വല്ല സംശയങ്ങളോ ഏതെങ്കിലും കാര്യത്തിൽ വല്ല മുശാവറയോ നടത്താൻ വേണ്ടി ചെന്നാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിലാണെന്ന് പറഞ്ഞാൽ സഹാബത്ത് കാത്തിരിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. എന്താണ് കാരണം? ഒന്ന് ഉണരട്ടെ. ഉറങ്ങുന്നയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെങ്കിൽ ഉണരാൻ കാത്തു നിൽക്കുന്നു. കാരണം ഉറന്നു കഴിഞ്ഞാലല്ലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ആ നിലക്ക് സഹാബത്ത് എന്തേ അങ്ങനെ വിശ്വസിക്കുന്നത്? റസൂലുള്ളാഹിനോട് പറയാൻ വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ ദൂരദിക്കുകളിൽ വെച്ച് അവര് ഇന്നിതാ ചില ആളുകൾ വിളിക്കുന്നത് പോലെ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതേ ഖുദ് ബിയദി, എൻ്റെ കൈ പിടിക്കണേ, ദാഖത്ത് ഹീലതി, എൻ്റെ എല്ലാ കൗശലങ്ങളും അവസാനിച്ചിരിക്കുന്നു, എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർദ്ധിച്ചിരിക്കുന്നു നബിയേ, അതുകൊണ്ട് അതിരിക്കിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നെ പിടിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹയാത്ത് കാലത്ത് പോലും, അവിടുന്ന് ജീവിച്ചിരിപ്പുള്ള കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ നിന്ന് സഹാബിമാരെ യാത്ര പോയാൽ അവർ പിന്നെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടാറ് പതിവില്ല. എന്താ കാരണം? നബി തങ്ങളോട് അവർക്ക് ഹുബ്ബില്ലേ, റസൂലുള്ളാഹിനോട് അവർക്ക് സ്നേഹമില്ലേ, നബി തങ്ങളോട് അവർക്ക് ബഹുമാനമില്ലേ, അള്ളാന്റെ റസൂലിന് മുഅ്സത്തുണ്ട് എന്ന് സഹാബത്തിന് അറിയില്ലേ, കറാമത്തുണ്ട് എന്ന് സഹാബിമാർക്കറിയില്ലേ? അതേ, അവർക്കൊക്കെ അതൊക്കെ അറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. അവിടുന്നും മനുഷ്യൻ തന്നെയാണ്. അതേ, മനുഷ്യനാണെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എന്തൊക്കെ വിശ്വസിക്കണോ എന്ന് സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലപ്പുറം അവർ വിശ്വസിച്ചിട്ടില്ല. വഹി കിട്ടുന്ന നബിയാണ്. നമ്മൾ കാണാത്ത പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആരും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാറില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദം കേൾക്കാറില്ല. അത് നബിതങ്ങൾ മാത്രമാണ് കാണുന്നത്, നബിതങ്ങൾ മാത്രമാണ് ആ ശബ്ദം കേൾക്കുന്നത്. മറ്റൊരാൾക്കത് കാണാനും കേൾക്കാനും കഴിയുന്നില്ല. കാരണം വഹി കിട്ടുന്ന നബിക്ക് ആ വഹി സ്വീകരിക്കാൻ, ആ വഹി കേൾക്കാൻ, ആ വഹിയുമായി ബന്ധപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വിശ്വസിച്ച സഹാബിമാര് മനസ്സിലാക്കിയോ? നമ്മൾ കാണാത്തത് അല്ലാഹുവിൻ്റെ റസൂല് കാണും, അതുകൊണ്ട് ഞാൻ പൊരിയിലിരുന്നാലും എന്നെ കാണും. നമ്മൾ കേൾക്കാത്തത് അല്ലാഹുവിൻ്റെ റസൂല് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് വിളിച്ചാലും റസൂലുള്ള കേൾക്കും. ഏതെങ്കിലും ഒരു സഹാബിമാരങ്ങനെ വിശ്വസിച്ചോ? വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അതേ സഹാബിമാരെ ചില ആളുകളെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റസൂലുള്ളാഹിനോട് സ്നേഹം പറയുന്ന കക്ഷികൾ, നബിതങ്ങളോട് ബഹുമാനമുണ്ടെന്ന് പറയുന്ന കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ്
റസൂലുള്ളാഹിനെ കുറിച്ച് അവരിന്ന് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം പ്രഖ്യാപിക്കും. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലത്ത് ചില സഹാബിമാരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്, കൊല്ലാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ കൊലക്കത്തിയുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് ആ സമയത്ത് ഇതാ മരിക്കാൻ പോകുന്നു എന്ന് സഹാബത്തിന് ബോധ്യമാവുകയാണ്. ആ നേരത്ത് സഹാബിക്ക് മനസ്സിലായി, എൻ്റെ നേതാവ് ഈ വിവരം അറിയില്ലല്ലോ, നേതാവ് എന്നെ പറഞ്ഞയച്ചതാണ്, എന്നെ കൊല്ലാനാണ് കൊണ്ടുവന്നതെന്ന വിവരം നേതാവായ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹിക്ക് ഈ വിവരം എങ്ങനെയാണെന്ന് എത്തിക്കുക? ഞാനിങ്ങ് ദൂരെയല്ലേ, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഞാനെന്ന വർത്തമാനം എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊന്ന് അറിയിക്കാൻ പറ്റും? ആ നേരത്ത് മഹാനായ സ്വഹാബി എന്താണ് ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനെ കാണുന്നില്ലേ, എന്നെ ഇതാ ശത്രുക്കൾ കൊല്ലാൻ നിർത്തിയിരിക്കുകയാണ്, ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഖുദ് ബിയദി, എൻ്റെ കൈ പിടിക്കൂ നബിയേ, എന്നെ സഹായിക്കൂ നബിയേ എന്നാ സ്വഹാബി ചോദിച്ചിട്ടില്ല. മറിച്ച് ആ സ്വഹാബി എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഈ അപകടാവസ്ഥ റസൂലുള്ളാഹിക്ക് കാണാൻ കഴിയില്ല, മദീനത്തിരുന്നു കൊണ്ട് അവിടുത്തേക്ക് ഇത് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതൊക്കെ കാണുന്നവനുണ്ടല്ലോ, ഇത് കേൾക്കുന്നവനുണ്ടല്ലോ, അതാരാണ്? സഹാബത്തിന്റെ വിശ്വാസം അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനോട് അവലാതി പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ. ആ സഹാബി വിളിക്കുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്ബിർ അന്നാ നബിയക, ഞങ്ങളെ കുറിച്ചുള്ള വാർത്ത നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതും, ഞങ്ങളിതാ കൊലക്കത്തിക്കിരയാവുകയാണെന്നതും, ഞങ്ങളിതാ മരിക്കാൻ പോവുകയാണെന്ന കാര്യം നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് തേടുന്നു. എന്തുകൊണ്ട്? നബി പഠിപ്പിച്ച സഹാബിമാർക്കറിയാം, ഇവിടെ വിളിച്ചിട്ട് റസൂലുള്ള കേൾക്കൂല, സഹായത്തിനെത്തൂല, നമ്മെ സഹായിക്കാൻ നബി തങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ സാധ്യമല്ല. അത് സഹാബത്തിന്റെ വിശ്വാസക്കുറവാണോ? അവർക്ക് റസൂലുള്ളാഹിനോടുള്ള വിശ്വാസ കമ്മിയാണോ? റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കി തരം താഴ്ത്തിയതാണോ? അല്ല. അവർ പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള വിശ്വാസം അതായിരുന്നു. ഇനി സ്വഹാബാ സ്ത്രീകളുടെ കാര്യം നോക്കൂ. സ്വഹാബാ സ്ത്രീകളുടെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹിന്റെ റസൂൽ നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നായിരുന്നു? അതോ റസൂലുള്ളാഹിനോട് ചിലത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലേ നബിതങ്ങൾക്ക് മനസ്സിലാകൂ എന്നാണോ? എന്താണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്? എന്തായിരുന്നു സ്വഹാബ വനിതകൾ വരെ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചിരിക്കുന്നു, സൽക്കരിക്കാൻ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തളികക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ആ ഭക്ഷണത്തളികയിൽ മാംസം, വേവിച്ച മാംസമുണ്ട്, ചുട്ടെടുത്ത മാംസമുണ്ട്. ആ ചുട്ടെടുത്ത മാംസങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമില്ലാത്ത, അവിടുന്ന് അത് കഴിക്കാറില്ലാത്ത, അവിടുത്തേക്ക് താല്പര്യമില്ലാത്ത ഉടുമ്പിനെ വേവിച്ച മാംസമുണ്ട്. ഉടുമ്പ് ചുട്ടിട്ടുണ്ട്, ഉടുമ്പ് മാംസം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിൽ ഉടുമ്പ് മാംസം കഴിക്കൽ ഹറാമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യക്തിപരമായി അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ചില ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. അത് ഹറാമായിട്ടല്ല, കുറ്റകരമായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ മാംസം അവിടുന്ന് കഴിക്കാറില്ല. അപ്പൊ അന്ന് കൊണ്ടുവച്ച ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ, പല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇതുമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേത് മാംസമാണെന്നറിയാതെ ഉടുമ്പിനെ ചുട്ടെടുത്ത ആ മാംസത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടി അത് പറിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് കാണുകയാണ് അകത്ത് നിന്ന് സ്വഹാബ പെണ്ണുങ്ങൾ, സ്വഹാബ വനിതകൾ. പാകം ചെയ്തവർക്കല്ലേ അറിയുള്ളൂ ഇതെന്തിൻ്റെ മാംസാണ്.
അവരതാ അടുക്കളയിൽ നിന്ന് വീട്ടിൻ്റെ അകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഓ സഹാബിമാരേ, നിങ്ങളുടെ കൂട്ടുകാരനായ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിവരം കൊടുക്കൂ, അത് ഉടുമ്പിന്റെ മാംസമാണെന്ന്. സഹാബ പെണ്ണുങ്ങൾ പാചകം ചെയ്ത ഉമ്മമാര്, സഹാബ വനിതകൾ അകത്ത് നിന്ന് റസൂലുള്ളാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന മറ്റു വീട്ടിലെയും അല്ലാത്തവരുമായ സഹാബിമാരോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനായ നബി തങ്ങളോട് അത് ഇന്ന മാംസമാണെന്ന് പറഞ്ഞേക്കൂ. എന്തിനാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? എൻ്റെ വിഷയം ഉടുമ്പ് മാംസം കഴിക്കാമോ ഇല്ലേ അതുമായി ബന്ധപ്പെട്ടതല്ല. ഞാനിതെൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാതെ ഇതേത് മാംസമാണെന്നറിയാതെ അത് കഴിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോ അകത്തെ പെണ്ണുങ്ങൾ എന്തിനു വിളിച്ചു പറയണം, കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കൂ അത് ഉടുമ്പ് മാംസമാണെന്ന്. ആ സ്ത്രീകൾ വിശ്വസിക്കുന്നു, അള്ളാന്റെ റസൂൽ ഇവിടെ ഏതാ വേവിച്ചത്, വേവിച്ച മാംസം ഏതാണ്, ഉടുമ്പേതാണ്, അതിൽ മറ്റു മാംസം ഏതാണെന്ന് അവിടുത്തേക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞറിയിച്ചാലല്ലാതെ നബിതങ്ങൾക്കതറിയാൻ കഴിയില്ല എന്ന് സ്വഹാബ പെണ്ണുങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് അകത്ത് നിന്ന് പുറത്തേക്കിരിക്കുന്ന ആളുകളോട് ഈ സംഭവം വിളിച്ചു പറയുന്നത്. നബിതങ്ങൾക്ക് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും കഴിയുമെന്നാ ഇന്ന് ചിലർ പാടുന്നത്. അവരങ്ങനെയാണ് ഇന്നും വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും ഓരോ വിശ്വാസിയുടെയും കൂടെ തന്നെയുണ്ട് പോലും. നമ്മൾ ചെയ്യുന്നതൊക്കെ റസൂലുള്ള കാണുകയാണ് പോലും, കേൾക്കുകയാണ് പോലും, അറിയുന്നുണ്ട് പോലും. അതേ നബിതങ്ങൾ എല്ലാവരുടെയും സദസ്സിൽ വന്നിരിക്കുന്നുണ്ട് പോലും. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് റസൂലുള്ളാനെ കാണാനും കഴിയും പോലും, മുസാഫഹത്ത് ചെയ്യാനും ഷൈഖന്റെ നടത്താനും കഴിയും പോലും, മുആനഖത്ത് അഥവാ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കാൻ കഴിയും പോലും, അങ്ങനെ സംസാരിക്കാൻ കഴിയും പോലും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേ ഇപ്പോഴും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്നല്ലേ സമൂഹത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ റസൂലുള്ളാഹിനോട് ഈ പറയുന്നത്, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുർഫി ശദീദി ഫാസിദി. നബിയെ, എനിക്ക് ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും എനിക്ക് പിടികൂടിയിട്ടുള്ള വിഷമങ്ങളും എൻ്റെ പ്രയാസങ്ങളുമൊക്കെ നബിയെ നിങ്ങൾക്കറിയാമല്ലോ, ഒക്കെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ രക്ഷിക്കണം, നിങ്ങൾ എനിക്ക് സൗഭാഗ്യം തരണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുകയാണ്. അള്ളാന്റെ റസൂല് തന്നെ അവിടുത്തെ ജീവിതകാലത്ത് ചില പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ചില ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്, മക്കളെ ഇതിനി പാടാൻ പാടില്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുതെന്ന് വിലക്കിയിട്ടുള്ള പുകഴ്ത്തലിൽ പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിനോട്, ലോകത്തുള്ള സർവ്വജനങ്ങളോടും അള്ളാന്റെ റസൂല് മുമ്പേ സന്ദേശം അറിയിച്ചിട്ടുണ്ട്, ലാ തുത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്, നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കരുത്. കമാ തറത്തിൻ നസാറാ, നസറാനികൾ പരിധിവിട്ട് പുകഴ്ത്തിയതുപോലെ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ നസറാനികൾ പരിധിവിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണ് ഞാനെന്ന വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും തന്നെ പറയാൻ പാടില്ല, എഴുതാൻ പാടില്ല. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് വിശ്വസിച്ചത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, മഹദി പറയുകയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്.
മൻ ഹദ്ദസക, ആരെങ്കിലും നിന്നോട് വർത്തമാനം പറഞ്ഞാൽ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അല്ലാഹുവിൻ്റെ റസൂല്, യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണെന്തോ, അതല്ലെങ്കിൽ അന്നഹു യഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, അതേ അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബുഖാരിയിൽ കാണാലോ, കളവാ പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂലിന് മറഞ്ഞ കാര്യങ്ങൾ അറിയും, അള്ളാഹിൻ്റെ റസൂൽ നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയും എന്നാരെങ്കിലും നിന്നോട് പറഞ്ഞാൽ അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ ഈ സമൂഹത്തെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യാൻ പാടില്ല എന്നല്ല. അങ്ങനെയാണ് ഇപ്പൊ ചില ആളുകൾ പറയാ, കണ്ടോ മുജാഹിദ് മൗലൈമാരി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹിന് എതിരാണ്, റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നതിന് എതിരാണ്, റസൂലുള്ള അവർക്കൊരു സാധാരണ മുഹമ്മദാണ്, ഒന്നും അവർ പ്രശംസിച്ചു പറയൂല. എന്നാൽ സഹോദരന്മാരെ, അള്ളയവൻ്റെ ഖുർആനിൽ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ലോകത്തെ പഠിപ്പിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയേ നിങ്ങൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവമുള്ള ഒരാള് ലോകത്തിന് വരാനില്ല. അവിടുത്തെ നാമം ലോകത്ത് മുഴുവനും അതാ എല്ലാ ദിവസവും സദാസമയവും റബ്ബിന്റെ പേരിന്റെ കൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ പറയപ്പെട്ടത്, വദമ്മൽ ഇലാഹു സ്മൻ നബി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. അതേ ലോകത്തിൻ്റെ മിനാരങ്ങളിൽ വെച്ച്, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ വെച്ചും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് വിളിക്കുന്നവനും ഇഖാമത്ത് വിളിക്കുന്നവനുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചേർത്ത് പറയുന്ന നാമം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ നാമം പറയപ്പെടാത്ത ലോകമുണ്ടോ? അങ്ങനെ സർവ്വലോകത്തും അതാ എല്ലാ രാജ്യങ്ങളിലും ആ നാമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് ഖിയാമത്ത് നാൾ വരുമ്പോ, അന്ത്യനാൾ സംഭവിക്കുമ്പോ, മഹ്ശറിലെത്തുമ്പോ സർവ്വ ജനങ്ങളുടെയും നേതാവായിക്കൊണ്ട്, സർവ്വ മനുഷ്യരുടെയും നായകനായിക്കൊണ്ട്, നേതാവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണല്ലോ വരുന്നത്. എല്ലാ അമ്പിയാക്കളും റസൂലുള്ളാഹിന്റെ കീഴേ, എല്ലാ സമുദായങ്ങളും റസൂലുള്ളാഹിന്റെ കീഴെ തന്നെ. അതേ ആദ്യമായി സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന നേതാവ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, സ്വർഗലോകത്തിന്റെ വാതിൽക്കൽ അങ്ങനെ പോയി നിന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആതീ അബ്വാബൽ ജന്ന, സ്വർഗവാതിലിന്റെ സമീപത്ത് ഞാൻ പോയി നിന്നിട്ട് ഞാൻ ആ വാതിൽ ഇങ്ങനെ മുട്ടും, തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആരാണതെന്ന് അപ്പുറത്ത് ചോദ്യമുണ്ടാകുമ്പോൾ അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുമ്പോൾ മലക്ക് പകരം ഇങ്ങോട്ട് പറയുന്നത് എന്താണ്? അതേ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആദ്യമായി ഡോറ് തുറക്കപ്പെടേണ്ടത്, നിങ്ങളുടെ മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഈ വാതിൽ തുറക്കാൻ പാടില്ല എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം രണ്ട് ലോകത്തും വലിയ സ്ഥാനമുള്ള നേതാവ്, ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അരുതാത്തത് പറയുന്നത് അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവിടുന്ന് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് അവിടുന്ന് അംഗീകരിച്ചതേ പറയാൻ പാടുള്ളൂ. അവിടുത്തേക്ക് എന്താണോ ഈ ലോകത്തിന് അവിടുന്ന് നൽകിയ സന്ദേശമെങ്കിൽ അത് മാത്രമേ അവിടുത്തെ കുറിച്ച് പറയാവൂ. പക്ഷേ ഇന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയുമ്പോൾ പോലും അസ്സലാമു അലൈക യാ മാഹി ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, പാപങ്ങളെയൊക്കെ പുറത്തു തരുന്ന, മായ്ച്ചു കളയുന്ന നബിയേ അങ്ങേക്ക് സലാം.
ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ നീക്കിത്തരുന്ന നബിയേ അങ്ങേക്ക് സലാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പാപം പൊറുക്കുന്ന നബിയാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്ന നബിയാണ്, ബുദ്ധിമുട്ടുകൾ നീക്കിക്കളയുന്ന നബിയാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയരുതാത്തത്, വിശ്വസിക്കാൻ പാടില്ലാത്തത്, എഴുതാൻ പാടില്ലാത്തത് പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹാണെന്ന് പറയുന്നു. സ്വലാത്താണെന്ന പേരിൽ പോലും അവിടുന്ന് പഠിപ്പിക്കാത്തതാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പഠിപ്പിക്കാത്ത ആശയങ്ങളാണ് സ്വലാത്തിന്റെ പേരിൽ പോലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അദ്രിക്നി ഖുദ് ബിയദി ഖല്ലത് ഹീലതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടുന്ന സ്വലാത്തുകൾ. എന്താ അതുകൊണ്ടൊക്കെ സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹല്ല, ഒക്കെ റസൂലുള്ളാഹിന്റെ പേരിലുള്ള കള്ളം പറയലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. മൗലീദ് എന്ന പേരിൽ ഈ മാസത്തിൽ ഇങ്ങനെ പള്ളികളിൽ വെച്ച് വീടുകളിൽ വെച്ച് അതേ ഉച്ചഭാഷിണിയിലൂടെയും അല്ലാതെയും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ കളവുകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം നബിതങ്ങളോടാണ് തേടിയത്. നബിതങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എൻ്റെ പാപം പൊറുക്കണേ എന്ന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ആദം നബി പറഞ്ഞിട്ടാണ് അല്ല പാപം പൊറുത്തത് എന്ന് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ പറയുന്നു. അതാണ് അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം. മങ്കൂസിന്റെ തുടക്കത്തിൽ കാണാം, ആ പ്രവാചകനെ കൊണ്ടാണ് ആദം അലൈഹിസ്സലാം ഇടതേടിയത്. ഖുർആൻ അംഗീകരിക്കുവോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതെന്താ? അബദ്ധം സംഭവിച്ചപ്പോൾ ആദം നബിക്കും ഹവ്വാ റളിയല്ലാഹു അൻഹക്കും അല്ല പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്താ തേടിയത്? റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് അരുതാത്തത് ചെയ്തിരിക്കുന്നു. ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഇതാണ് അവർ പ്രാർത്ഥിച്ചത്. മങ്കൂസുകാരൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരവിടെ എഴുതി വെച്ചത് കണ്ടപ്പോ ആരാണ് ഈ ആള് എന്ന് ചോദിച്ചപ്പോ, ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന നിന്റെ സന്താന പരമ്പരയിൽ നിന്ന് വരാനുള്ള ആളാണ്, എന്നാ അയാളുടെ ആ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ആ പാപം പൊറുത്തത് എന്നാണ് മൗലിദുകാരൻ പറയുന്നത്. തൊട്ടടുത്ത വരി എന്താ? ഫസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നബിയോടാണ് സഹായം തേടിയത്, അങ്ങനെയാണ് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയവരും റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട നേരത്ത് വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ മുത്തുനബി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തീയിലിടപ്പെട്ട നേരത്ത് ഫആദ വസാറ ലഹ്ബുഹാ മുഹ്മദാ, ആ ജ്വാല അണഞ്ഞുപോയി. എന്താ കാരണം? റസൂലുള്ള ഇബ്രാഹിം നബിന്റെ മുതുകിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. ഇങ്ങനെ ഓരോ കഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറയുന്ന ഒരുപാട് 100% കളവുകൾ, ഒരു 50% കളവുകൾ, അതുപോലെ തന്നെ അല്പമൊക്കെ ചില നേരുകൾ, ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തിയതാണ് മൗലിദ് കിതാബ് എന്ന് പറയുന്നത്. ഇതാണെന്ന് സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എന്ന അവകാശവാദത്തോടെ പാടുകയും ചൊല്ലുകയും ചൊല്ലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യമല്ല. അവിടുത്തെ പേരിൽ മദ്ഹ് പറയണം, പക്ഷേ ഉള്ളതേ പറയാൻ പാടുള്ളൂ. അവിടുത്തെ പേരിൽ കള്ളം പറയാൻ പാടില്ല.
അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയാൻ പാടില്ല, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാൻ പാടില്ല, അംഗീകരിക്കാത്തത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. അവിടുത്തെ ബോഡിയിൽപ്പെട്ടതല്ലാത്ത ഒന്ന് അവിടുത്തെ ബോഡിയിൽപ്പെട്ടതാണെന്ന് പറയാനും പാടില്ല. അതാണ് ചില ആളുകൾ മുടിയും കൊണ്ട് നടന്നപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കലല്ല, ഇത് അള്ളാഹിന്റെ റസൂലിനെ നിന്ദിക്കലാണ്. കാരണം ഏതോ ഒരു മുടിയും കൊണ്ട് നടന്നിട്ട് ഇത് മുത്തുനബിയുടെ മുടിയാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ ആ മുടി ഇങ്ങനെ നാൾക്ക് നാൾ വളരുകയാണ്, പനങ്കൊല പോലെ എന്നിങ്ങനെ പ്രഖ്യാപിച്ചു. ഓരോ ദിവസവും അത് വളരുന്ന അളവ് പോലും സെന്റിമീറ്റർ വെച്ച് പോയിന്റ് ഇട്ട് സംസാരിച്ചു. അതിങ്ങനെ ദിക്ർ കേൾക്കുമ്പോൾ ആടുന്ന മുടിയാണ് എന്ന് പറഞ്ഞു. ഇരുട്ടത്ത് മുടി വെച്ചാൽ അവിടെ വിളക്ക് വേണ്ട. കാരണം ഇന്ന ബൈതന്നം തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. ഒരു വീട്ടിലെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ വിളക്ക് വേണ്ട. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നതാ ഇത്. ആയിഷ ഉമ്മ ബീവി സൂചി പോയപ്പോ കുറെ ഇങ്ങനെ തെരഞ്ഞു ഇരുട്ടത്ത്. സൂചി പോയി തുന്നുമ്പോ സൂചി താഴെ വീണ് പോയി. അങ്ങനെ സൂചി തുന്നുകയാണ്, നല്ല ഇരുട്ടാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണത്രേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ വെളിച്ചത്തിൽ സൂചി അങ്ങ് തെരഞ്ഞെടുത്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം ഇങ്ങനെ ലൈറ്റാണ്. എവിടെ വന്നാലും അവിടെ വിളക്ക് വേണ്ട. അതുകൊണ്ട് ആ ശരീരത്തിലുള്ളതല്ലേ മുടി, അതുകൊണ്ട് മുടി വെച്ച റൂമിൽ ലൈറ്റ് കത്തുന്നുണ്ട്, ആടുന്നുണ്ട്, വളരുന്നുണ്ട്, പിളരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം കെട്ടി പറഞ്ഞു. അങ്ങനെ അത് സൂക്ഷിക്കാനെന്ന പേരിൽ കോടികൾ പിരിച്ചെടുത്തു. എന്നിട്ടോ അത് ശരിയല്ല മക്കളെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ യാതൊരു അവശിഷ്ടങ്ങളും ലോകത്ത് ഇന്ന് എവിടെയും ഉള്ളതായി ശരിയായ രേഖ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ ഒരു നിലക്കും രക്ഷയില്ലാതെ വന്നപ്പോ അവസാനം ഇപ്പോൾ പറയുന്നത് അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ആരെങ്കിലും വിശ്വസ്തരങ്ങ് പറഞ്ഞാൽ തന്നെ വിശ്വസിച്ചോളണം. അതിൻ്റെ സനതൊന്നും ചോദിക്കാൻ പാടില്ല. ആ തീരുമാനത്തിലാ എത്തി നിൽക്കുന്നത്. സനത് ചോദിക്കാൻ പാടില്ല. എന്താ കാരണം? ഇല്ല, അങ്ങനെ ഒരു സനതില്ല. അതുകൊണ്ട് ഇനി നാളെ ഒരുത്തന ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ട് പറയാ ഇത് റസൂലുള്ളാഹിന്റെ ചെരുപ്പായിരുന്നു. ഇപ്പോഴും ഉണ്ട് പല വീടുകളിലും പലരുടെയും പോക്കറ്റിലൊക്കെ ഒരു ചെരുപ്പിന്റെ ഫോട്ടോ കോപ്പി. ഒരു ചെരുപ്പ് ഇത് റസൂലുള്ളാഹിന്റെ ചെരുപ്പാന്ന് പറഞ്ഞിട്ട് അതൊരു ഫോട്ടോ കോപ്പി എടുത്ത് അതിങ്ങനെ പ്രത്യേകമായ കളറിലൊക്കെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഓരോരുത്തർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് മുത്ത് റസൂലുള്ളാഹിന്റെ നഅലേ ഷരീഫ്, മറ്റൊരു ഷഅറേ മുബാറക് ആണെങ്കിൽ ഇത് നഅലേ ഷരീഫാണ്. ഒക്കെ ഒരു ചെരിവുണ്ടാവും. അങ്ങനെ ഇത് ഷഅറേ മുബാറക്, ഇത് മുബാറക്കായ മുടിയാണ്, ഇത് ഷരീഫായ നഅലാണ്, ചെരുപ്പാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. നാളെ വേറൊരുത്തൊരു വടിയും കൊണ്ടുവരും. ഇത് മൂസാ നബിയുടെ വടിയാ, പണ്ടാ സമുദ്രത്തിൽ വെച്ച വടിയില്ലേ, ഇതിപ്പോ എന്റെ കയ്യിലാ. ഒരുത്തൻ അതുകൊണ്ട് വരും. നാളെ വേറൊരുത്തം വരും, ഫാത്തിമ ബീവിയുടെ പൊതപ്പാ, ആയിഷമ്മ ബീവി ടീന്ന തട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ബോംബെയിലെ ചോറ് ബസാറിലുള്ള ഈ ജാലിയാവാല എന്ന് പറയുന്ന ആളുടെ കേന്ദ്രത്തിൽ പോയി നോക്കിയാല് മുഹീദ്ദീൻ ശൈഖിന്റെ എല്ലാ രൂപത്തിലുള്ള അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. അലിയാരി തങ്ങൾ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ഉണ്ട്. ഫാത്തിമ ബീവിയുടെ എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. പാത്രമുണ്ട്, മറ്റുള്ള പലതും ഉണ്ട്, അവർ ധരിച്ച ചെയിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തും പറഞ്ഞൂടെ? ഇങ്ങനെ മഹാന്മാരുടെയും മഹദികളുടെയും വിശിഷ്യ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പേരിൽ പച്ചക്കളവുകൾ പറഞ്ഞ് അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു എന്ന പേരിലാണ് സമൂഹം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത്? ജനങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അത് വളരെ തെളിമയാർന്ന ദീനാണ്. അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസം വളരെ ഒരു വളച്ചുകെട്ടലുകളും ഇല്ലാതെ, ഒരു കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതെ നമ്മുടെ മുമ്പിലുണ്ട്. അത് കണ്ടെത്തണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം എന്ന് ഈ സമൂഹത്തോട് നമ്മൾ പറയുന്നത്. അതൊക്കെ പറയുമ്പോൾ എന്താ പറയാ? നിങ്ങൾക്ക് പുത്തുനബിയോട് സ്നേഹമില്ല. റസൂലുള്ളാഹിനോട് സ്നേഹവും ബഹുമാനവും ഉള്ള ആളുകൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നാം ആദരവോടുകൂടി അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിന് ചോദിക്കുന്നു. അപ്പോഴും നമ്മെക്കുറിച്ച് പരാതിയാണ്, ഇവർക്ക് സ്വലാത്തില്ല. കാരണം ഇവർക്ക് സ്വലാത്ത് നഗറില്ല,
ഇവർക്ക് സലാത്ത് പാർസൽ പറയുന്ന പരിപാടിയില്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ ഒരു തവണ അള്ളാഹുവിനോട് സ്വലാത്തിന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് 10 പുണ്യമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഒരുപാട് സമയങ്ങളിൽ അങ്ങനെ ചൊല്ലാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ചൊല്ലാം, ഏത് സന്ദർഭങ്ങളിലും നമുക്കത് നിർവഹിക്കാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ചൊല്ലുന്ന സ്വലാത്ത് അതിപ്പോൾ ശേഖരിക്കാൻ വേണ്ടി ചില ആളുകൾ കൊട്ടയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അവർ നിശ്ചയിച്ച ചില സ്വലാത്തുകളുണ്ട്. നാരിയ സ്വലാത്ത്, ശിർക്കിൻ്റെ സ്വലാത്ത്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പലതും അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ സ്വലാത്തുകളൊക്കെ അവർ പലരെ കൊണ്ടും ചൊല്ലിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുകയാണ്, നോട്ടീസുകൾ മഹല്ലുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങളിതാ ചൊല്ലുന്ന സ്വലാത്തുകളുടെ എണ്ണം ഉസ്താദിന് SMS മുഖേന വിവരം കൊടുക്കണം. അങ്ങനെ എല്ലാവരും സാറ്റിറക്കും സ്വലാത്തില്ല, ഉസ്താദിന് SMS അയക്കുക. ഞാൻ 1000 ചൊല്ലി, മറ്റേയാൾ 200 ചൊല്ലി, മറ്റേയാൾ 500 ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ 10 കോടി തികക്കാൻ കാത്തിക്കാണ്. 10 കോടി തികഞ്ഞാൽ ഉസ്താദ് അത് മദീനത്തേക്ക് കയറ്റി അയക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സമുദായത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവരുടെ ഏതെങ്കിലും പ്രത്യേകമായ മേലൊപ്പ് വേണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ആ സ്വലാത്തിൻ്റെ പുണ്യമെത്താൻ? ആരായി ഇവരെ ഇതിനെ ഏൽപ്പിച്ചത്? ആരായി ഏജന്റുമാരെ ലോകത്തെ ഏൽപ്പിച്ചത്? ഓരോരുത്തർ ചെല്ലുന്ന സലാത്ത് നമ്മൾ ഇവർക്ക് വിവരം കൊടുക്കണമല്ലോ, എന്നിട്ട് ഇവരെ ഒന്നിച്ച് ശേഖരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ശേഖരണ വാരോത്സവം നടക്കുകയാണ്, സ്വലാത്ത് ശേഖരണം. അങ്ങനെ സ്വലാത്ത് ശേഖരിച്ച് 10 കോടിയാണ് ടാർജറ്റ് ഓരോ കൊല്ലം. 10 കോടി തികഞ്ഞ മൂപ്പരാണ്ടയക്കും. ഓ, വല്ലാത്തൊരു ഔദാര്യാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിരുന്നറിയോ? അള്ളാന്റെ റസൂലിന് വേണ്ടി നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അതെങ്ങനെയാണ് നമുക്കറിയില്ല, അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് അള്ള ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഏജൻസി പണിയൊന്നും വേണ്ട, ഇവർക്ക് SMS അയച്ചു കൊടുക്കണ്ട, ഇവരോടാരോടും പറയേണ്ടതില്ല. ആരാരും അറിയാതെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് റഹ്മാനായ റബ്ബുൽ ആലമീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും ഒരു ഏജൻസി പണി അതിന് ആവശ്യമില്ല, ഒരു പാർസലുകാരൻ്റെ സപ്പോർട്ടും അതിന് ആവശ്യമില്ല. അതെല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേകമായും, അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സൗകര്യം കിട്ടുന്ന സമയമത്രയും ചൊല്ലുന്നത് നമ്മുടെ പരലോക നേട്ടത്തിന് ആവശ്യമായ സൽക്കർമ്മമാകുന്നു. അതാണ് നമ്മളിപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ആയ കാര്യങ്ങൾ. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹവും ബഹുമാനവും അവിടുത്തെ പേര് കേൾക്കുമ്പോഴുള്ള പ്രത്യേകമായ സ്നേഹവും നമ്മുടെ കൽബിൽ നിറയുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? അത് നമ്മുടെ പ്രവർത്തനത്തിലാണ് കാണണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മുടെ വീട്ടിൽ കാണണം, മക്കളിൽ കാണണം, കുടുംബത്തിൽ കാണണം, നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ അത് കാണണം. നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നത് ഖുർആനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അതേ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഒരിക്കലും മക്ബറകളെ പോലെ ആക്കാൻ പാടില്ല. മക്ബറകളിൽ ഓത്ത് നടക്കൂല, മക്ബറകളിൽ നിസ്കാരം നടക്കൂല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം. പുരുഷന്മാരോട് പറഞ്ഞു, പള്ളികളിൽ വെച്ച് നിങ്ങൾ ഫർദ് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മാറ്റണം. അപ്പൊ വീടുകളിൽ വെച്ചാണ് സുന്നത്ത് നിസ്കാരവും ഖുർആനോത്തുമൊക്കെ. അതെ, അത് വീട്ടിൻ്റെതായ പ്രത്യേകമായ ഒരന്തരീക്ഷം, ഒരു സ്വസ്ഥതയുള്ള ഒരന്തരീക്ഷം, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ വീടുകളിൽ മുഴുവനും സമാധാനം വേണോ, സ്വസ്ഥത വേണോ, ശാന്തി വേണോ? സർവശക്തനായ അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന റൂട്ടിലൂടെ തന്നെ ജീവിച്ചോളണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അത് വേണം. അതേ, രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് നിർവഹിക്കാനുള്ള ദിക്റുകളുടെയും ദുആകളുടെയും ഖുർആൻ ആയത്തുകളുടെയും ഒക്കെ നീണ്ട പട്ടികയും വിവരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉളവോട് കൂടെ ഉറങ്ങണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അനാവശ്യമായ വർത്തമാനങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണേ.
കണ്ണുകളെ വേണ്ടാത്തിടത്ത് നിന്ന് പിൻവലിക്കണേ, കാതുകളെ അരുതാത്തിടങ്ങളിൽ നിന്ന് ഒഴിവാക്കണേ. ഇതൊക്കെയാണ് മുത്ത് മുസ്തഫയോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടത്. അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അവിടുന്ന് കൊണ്ടുവന്നത് ജീവിതത്തിൽ പാലിക്കണം. അത് ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ളയിടത്ത് പാലിക്കലും എനിക്ക് താല്പര്യമില്ലാത്തിടത്ത് റസൂലുള്ളാഹിന്റെ വാക്കുകളെ കാറ്റിൽ പറത്തൽ അവിടുത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് അവിടുന്ന് കൊണ്ടുവന്നതിനോട് മുഴുവനും എനിക്ക് ബഹുമാനം വേണം, സ്നേഹം വേണം. ഇന്ന് ലോകത്ത് ആളുകളെ നമുക്ക് പലതരക്കാരായിട്ടാണ് കാണുന്നത്. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറയും, അതേപോലെ തന്നെ ജീവിക്കുകയും ചെയ്യും. വേറൊരു കൂട്ടർ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് പറയും, പക്ഷേ നബി തങ്ങൾക്ക് വെറുപ്പുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വിരോധിച്ചതാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത്. അവിടുന്ന് അരുതെന്ന് പറഞ്ഞതാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അതുപോലെ വേറെ ചിലർ ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവിടുന്ന് പറഞ്ഞതിൽ ചിലതിനെ സ്വീകരിക്കുകയും ചിലതിനെ തള്ളുകയും ചെയ്യുന്നു. എന്താ? ചില ഹദീസുകൾ അവർ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ സത്യാന്നല്ലേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ അത് പറയുകയും ചില ഹദീസുകൾ കാണുമ്പോൾ അത് ഞാൻ അംഗീകരിക്കൂല, കാരണം എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്ക് യോജിച്ചതേ ഞാൻ സ്വീകരിക്കൂ, എൻ്റെ യുക്തിക്ക് ഒതുങ്ങുന്നതേ ഞാൻ സ്വീകരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ വിശ്വസിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഹദീസ് മാത്രമല്ല, യുക്തിയുടെയും ബുദ്ധിയുടെയും മാനദണ്ഡം നോക്കി മാത്രം നാം പ്രമാണങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഖുർആൻ പോലും സ്വീകരിക്കാൻ കഴിയില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയെന്നും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് കക്കിയിട്ടു എന്ന് ഖുർആൻ പറയുന്നത് ബുദ്ധിക്ക് യോജിക്കുമോ? യുക്തിക്ക് യോജിക്കുമോ? ഒരു ബുദ്ധി യുക്തിവാദിക്ക്, ഒരു മതയുക്തിവാദിക്ക് യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി തുപ്പിക്കളഞ്ഞ് ആരോഗ്യത്തോടെ യൂനുസ് അലൈഹിസ്സലാം പിന്നെയും ജീവിച്ചു, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ജീവിച്ചു എന്നത് അംഗീകരിക്കാൻ സാധിക്കുമോ? അവർക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുമ്പോഴേക്ക് സമുദ്രം അങ്ങ് പിളരുന്നു. അതിൻ്റെ ഇടയിലൂടെ ഒരു വഴി ഉണ്ടാകുന്നു. മൂസ നബിയും അനുയായികളും ആ സമുദ്രത്തിലൂടെ മറുകര പറ്റുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? ബുദ്ധിക്ക് യോജിക്കുമോ? വടി കൊണ്ടടിച്ചാൽ ഇങ്ങനെ വെള്ളം ഒരൽപ്പം തെറിക്കുമെന്നല്ലാതെ രണ്ട് പർവ്വതങ്ങൾക്ക് സമാനമായ നിലക്ക് വെള്ളക്കെട്ടുകൾ അങ്ങ് മാറി നിന്നു എന്ന് ഖുർആൻ പറയുന്നത്. ഓ മതയുക്തിവാദികളെ, നീ അത് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? മൂസ നബി അലൈഹിസ്സലാം വടി കൊണ്ട് ഒരു പാറക്കല്ലിൽ അടിച്ചപ്പോൾ 12 നദികൾ പൊട്ടി ഒഴുകി എന്ന് ഖുർആൻ പറയുന്നു. ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ യുക്തിക്കൊതുങ്ങുന്നതേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ടല്ലേ ഈ ഭാഗം ആളുകൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ രണ്ടായി പിളർന്ന ഹദീസ് നിഷേധിക്കുകയാണ്. ചന്ദ്രൻ രണ്ടായി പിളരുകയോ? ഖുർആൻ പറഞ്ഞതല്ലേ ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, അതേ ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു എന്ന് പറയുന്ന അതിനെപ്പോലും നിഷേധിക്കുന്ന ആളുകൾ വേണ്ട. എത്രത്തോളം എത്തി സഹോദരന്മാരെ? 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അതേ മനുഷ്യ, നിന്നെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പരലോക വിചാരണയ്ക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നിന്റെ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് അറിയുന്ന റബ്ബ്, നിന്റെ നന്മ തിന്മകൾ അറിയാവുന്ന റബ്ബ്, അതേ നിന്റെ ചെയ്തികൾക്കനുസരിച്ചുകൊണ്ട് ഖബറിൽ വെച്ചും നിനക്ക് ചോദ്യമുണ്ട്, സ്വർഗീയ ആനന്ദമുണ്ട്, നരകീയമായ ആ രൂപത്തിലുള്ള ശിക്ഷകളും അതുപോലെ തന്നെ മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള അടികളും പ്രഹരങ്ങളും ഒക്കെ ഉണ്ടെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അതൊക്കെ മനസ്സിൽ വെച്ച് വളരെ പേടിയോടെയാണ് നമ്മളൊക്കെ അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലാഹ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ. എന്നാൽ 2002 നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾ വളരെയേറെ ആദരിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ ഖബർ ശിക്ഷ എന്ന് പറയുന്ന സമ്പ്രദായം അത് ഖുർആനിനോട് യോജിക്കാത്തതാണെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.
ചേകനൂര് മൗലവി അഭിപ്രായപ്പെട്ടതുപോലെ ആ ചേകനൂര് മൗലവി അതേ ലോകത്തതാ ഒരുപാട് നല്ല പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുള്ള വലിയ നേതാവാണെന്ന നിലക്ക് വരെ ബഹുമാനത്തോടെ വരെ അവർ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ എവിടേക്ക് ഒരു വിഭാഗത്തിൻ്റെ വഴിത്താരയിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയാൽ എവിടെ ചെന്ന് പതിക്കും എന്നതിൻ്റെ ഉദാഹരണമാണത്. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾ ആദരവ് കൽപ്പിക്കുന്ന മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഒക്കെ അവർ കുടിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന സംസം വെള്ളത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകളെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നാളെ പരലോകത്ത് അതേ ജഹന്നമിൻ്റെ മീതെ, നരകത്തിൻ്റെ മീതെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആ പാലത്തിലൂടെ കടക്കാതെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല എന്നറിയിക്കപ്പെട്ടിട്ടുള്ള സിറാത്ത് പാലം, അങ്ങനെ ഒരു പാലമോ, തീയുടെ മേലെ പിന്നെ ഒരു പാലമോ എന്ന് പറഞ്ഞത് യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ട് മതയുക്തിവാദികൾ തള്ളിക്കളയുന്നു. അങ്ങനെ എത്ര വിഷയങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അവിടുത്തേതാണെന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൻ്റെ തുണ്ടമെങ്കിലും അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? അവിടുത്തെ പറഞ്ഞതാണ്, അവിടുന്ന് കൽപ്പിച്ചതാണ്, അവിടുന്ന് ചെയ്തതാണ്, അവിടുത്തെ അംഗീകാരമുള്ളതാണ്, സഹീഹായ ഹദീസാണെന്ന് വന്നാൽ ഒന്നിനെയും പരിഹസിക്കാനോ തള്ളിക്കളയാനോ ഒരിക്കലും ഒരു റസൂലുള്ളാഹിനെ സ്നേഹമുള്ള ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലരും സൂക്ഷിക്കണം. താടി വളർത്തുന്നതിനെ പോലും അദ്ദേഹം പറഞ്ഞതെന്താ? പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും താടി വളർത്തിയ ഹറാമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും താടി വളർത്തിയാൽ അത് ബിദ്അത്താണ്, അത് ഹറാമാണ്. അതേ, എത്രത്തോളമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ അതാ പലർക്കും പലതും ഇഷ്ടമല്ല. പല കുട്ടികളുടെയും വസ്ത്രധാരണം ഇഷ്ടമല്ല. നിര്യാണിക്ക് മുകളിൽ വസ്ത്രമുടുക്കുന്നത് പലർക്കും താല്പര്യമില്ല. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഡ്രസ്സ് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളുടെ മകളുടെ ഡ്രസ്സ് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും അതേ നായകന്മാരാണ്. ഓരോ നേതാക്കന്മാരും അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടും. വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ നായികയാണ് കേട്ടോ. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പെണ്ണേ നീയും ഉത്തരവാദിയാണ്. സഹോദരി, നീയും കൂടി ബാധ്യതയുള്ളവളാണ്. അതുകൊണ്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലെന്ന മട്ടുണ്ടാകാൻ പാടില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, അത് നമ്മളിങ്ങനെ സ്വന്തം മനസ്സിലാക്കി കൊണ്ട് നടക്കാൻ മാത്രമുള്ളതല്ല. ഈ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താലേ അള്ളാഹിനോടുള്ള മഹബത്ത് പൂർണ്ണമാവുകയുള്ളൂ, റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്തല്ലേ സൂറത്തുൽ അസ്ർ. എല്ലാവരും അത് മനഃപ്പാടമുള്ളവരല്ലേ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ? അതിലെന്താ സഹോദരങ്ങളെ അല്ലാഹ് പറയുന്നത്? അതെ, ഇപ്പം ഈ സമ്മേളനം പ്രഖ്യാപിച്ചതിൻ്റെ ശേഷം നേരത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ, 70,000-ഓളം വീടുകളിൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സത്യത്തിൻ്റെ സന്ദേശം, അതെ, ഏത് വീടെന്ന് നോക്കാതെ എല്ലാ വീടുകളിലും ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ പരിശ്രമിച്ചു. ഇതേതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം ബാധ്യതയാണോ? നമുക്കിതിലൊന്നും ഒരു കടമയുമില്ലേ? നമുക്കിതിലൊന്നും ഒരു ബാധ്യതയുമില്ലേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും സർവ്വമനുഷ്യരും ലഫീ ഖുസ്ർ, പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. അല്ലാഹ് പരിചയപ്പെടുത്തുന്ന നഷ്ടം, പരാജയം എന്നൊക്കെ പറഞ്ഞാൽ നരകാണ്. ആ നരകത്തീയിലാണ്. നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുക, ആ സൂറത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പരാജയം ഉറപ്പ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ആ വിശ്വാസത്തിനനുസരിച്ച് വഅമിലുസ്സാലിഹാത്ത്,
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അപ്പൊ സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കണം. അതുകൊണ്ട് മാത്രം ആ സൂറത്ത് അവസാനിച്ചോ? നിങ്ങൾക്കൊക്കെ മനപ്പാടുണ്ടല്ലോ ആ സൂറത്ത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ആ സൂറത്ത് ക്ലോസ് ചെയ്തോ? ആ സൂറത്ത് അവസാനിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ സമാധാനിക്കായിരുന്നു. ഇന്നിപ്പോ പലരും പറയും പോലെ എന്താ ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ഉള്ളിൽ ഗ്രൂപ്പുകൾ, ഒരുപാട് പാർട്ടികൾ, ഇതിങ്ങനെ ഉണ്ടാകുക, തകരുക, തൽമിത്തല്ല, തളരുക, പിളരുക. ഞങ്ങളിനി ഒന്നിൽക്കുമില്ല, നമുക്കിനി പരിപാടിയൊന്നും വേണ്ട. ഞാൻ എൻ്റെ വിശ്വാസം നന്നാക്കി, ഞാൻ എൻ്റെ കച്ചവടവും എൻ്റെ കുട്ടികളും എൻ്റെ അധ്യാപനവും എൻ്റെ ജോലിയും എൻ്റെ വീടും എൻ്റെ ലോകവുമായിട്ടങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ഞാൻ ഈ വഴുന്ന പരിപാടിക്കിനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നുവോ? മാറിപ്പോയവന് പോയി എന്നതല്ലാതെ റബ്ബ് പറയുന്നത് നിനക്ക് സ്വർഗം വേണോ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രമല്ല, വതവാസൗ ബിൽ ഹഖ്. നീ മനസ്സിലാക്കിയ സത്യം, ആ സത്യം നീ മറ്റുള്ളവരോട് ഗൗരവത്തോടെ ഉപദേശിക്കണം. നീ മനസ്സിലാക്കിയ, നീ ഉൾക്കൊണ്ടിട്ടുള്ള സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അറിഞ്ഞിട്ടില്ലാത്ത ആയിരങ്ങൾക്ക് നടുവിലാ നീ ജീവിക്കുന്നത്. അവർക്ക് നീ ആ സത്യത്തിൻ്റെ സന്ദേശം നീ എത്തിച്ചു കൊടുക്കണം. അതെത്തിച്ചു കൊടുക്കാൻ പലർക്കും പല കഴിവാ ഉണ്ടാവുക. ചിലർക്ക് കുറേ സംസാരിക്കാൻ കഴിയും, ചിലർക്ക് അതിന് കഴിയൂല, എഴുതാൻ കഴിയും. ചിലർക്ക് രണ്ടിനും കഴിയും, ചിലർക്ക് രണ്ടിനും കഴിയൂല. ഒരാളെ അടുത്ത് കിട്ടിയാൽ ഉപദേശിച്ച് മാറ്റിയെടുക്കാൻ കഴിയും. ചിലർക്കൊരു CD കൊടുക്കാൻ കഴിയും, ചിലർക്കൊരു പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയും, ചിലർക്കൊരു ഫ്ലക്സ് തൂക്കാൻ കഴിയും, ചിലർക്കതാ ഒരു ബാനർ ഒട്ടിക്കാൻ, ഒരു ബാനർ തൂക്കാൻ കഴിയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരലോകത്തെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്താൽ സ്വർഗം കിട്ടുന്ന പണിയാണ്. പക്ഷേ നോട്ടീസ് ഒട്ടിക്കുന്ന കുട്ടികളോട്, പോസ്റ്റർ ഒട്ടിക്കുന്ന കുട്ടികളോട്, അതേ ഈ ഫ്ലക്സ് തൂക്കുന്ന കുട്ടികളോട് മക്കളെ വെറുതെ ഉറക്കൊഴിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും കിട്ടാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആര് പിന്തിരിപ്പിക്കുന്നുവോ, ആര് നന്മക്ക് വഴിമുടക്കുന്നുവോ അവർക്ക് പോയി എന്നതല്ലാതെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നന്മയുടെ തിരിതെളിക്കുന്ന മാർഗത്തിൽ നിങ്ങൾക്ക് എന്താണോ ആ പ്രകാശത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ചെയ്യാനാവുക എങ്കിൽ ഓരോരുത്തരും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നത്, അത് സത്യത്തിൻ്റെ പ്രബോധനത്തിൻ്റെ വഴിത്താരയിൽ സഹകരിക്കലാണ്. അങ്ങനെ ഹക്ക് കൈമാറാൻ നീ മുന്നോട്ട് പോകണം. ഹക്കെത്തിക്കാൻ നീ വേണ്ടത് ചെയ്യണം. ഹക്കെത്തിക്കാനുള്ള സംരംഭങ്ങളിലേക്ക് ആളുകളെ കൂട്ടണം. അതല്ലേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഓരോ മേഖലയിലുമുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവർക്ക് പല രൂപത്തിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, ക്യാമ്പസുകളിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കുള്ളയൊക്കെ പരിഹാരങ്ങളെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹൈസക്ക് പോലെയുള്ള പരിപാടികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടും ആർക്കും കേൾക്കാവുന്ന രൂപത്തിൽ പൊതുവായിക്കൊണ്ടും സംഘടിപ്പിക്കുന്ന പ്രോഫ്കോണുകൾ എന്ന് പറയുന്ന പരിപാടികൾ, അതുപോലെ തന്നെ തുടർച്ചയായ നിലക്ക് എല്ലാവർക്കും കോളേജുകളിൽ പോയി മതം പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഓരോരുത്തർക്കും തുടർ വിദ്യാഭ്യാസം കിട്ടണം. CRE എന്ന് പറയുന്ന ആ തുടർ വിദ്യാഭ്യാസ സംരംഭങ്ങൾ എത്രയാണ് മുജാഹിദുകൾ ഈ സംഭാവനകളായിക്കൊണ്ട് സമൂഹത്തിൽ കൊണ്ടു നടക്കുന്നത്. അതിലേക്കൊക്കെ സഹോദരന്മാരെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാഹുവേ എനിക്ക് എഴുതാൻ കഴിയൂല, എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂല, അതല്ലെങ്കിൽ എനിക്ക് എന്താണ് കഴിവുള്ളതെങ്കിൽ ആ മാർഗത്തിൽ നീ എന്നെ സഹായിക്കണം എന്ന നിലക്ക് ആ മാർഗത്തിൽ പുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ബക്രിയുടെയും കാര്യത്തിൽ നിങ്ങൾ സഹകാരികളാകൂ. ഒരിക്കലും പാപത്തിനും ശത്രുതയും വളർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ സഹകാരികളാവല്ല എന്ന ഇസ്ലാമിൻ്റെ തത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പടച്ച റബ്ബിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നീ ഹക്ക് എത്തിച്ചു കൊടുക്കുന്ന മാർഗത്തിലുള്ള പ്രവർത്തകനാണ്. അതുകൊണ്ടും മാത്രായോ? അവസാനം എന്താ നാലാമതല്ല പറയുന്നത്? നാലാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, സഹിക്കുകയും വേണം,
മറ്റുള്ളവരോട് സഹനം ഉപദേശിക്കുകയും വേണം. കാരണം ഇസ്ലാമിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത് പലരുടെയും പാരമ്പര്യത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നതാണ്. പലരും മുമ്പ് പരിചയിച്ചതിന് എതിരെ പറയുന്നതാണ്. പലരും നടന്നു പോരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യലാണ്. അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും. അതൊക്കെ സഹിച്ചോളണം. കണ്ടില്ലേ, പോസ്റ്റർ കീറി എന്ന് നേരത്തെ പറഞ്ഞു. വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചില ആളുകളതാ ചില സ്ഥലങ്ങളിൽ വെച്ച് കാസറ്റുകൾ ഇങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞ് പൊട്ടിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ സന്ദേശമായി കൊണ്ട് ഇറക്കിയിട്ടുള്ള ലഘുലേഖകൾ കാഷ്ടം വാരാനേ പറ്റൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതേ, അങ്ങനെ പലതും ചിന്തിക്കുന്നവരുണ്ടാകും, പലതും പറയുന്നവരുണ്ടാകും, പലതും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകും. യഥാർത്ഥമായ മാർഗത്തിലൂടെ പോകുന്നവനെ പലവിധത്തിലുള്ള ഫിത്നകൾ പറഞ്ഞുകൊണ്ട് പിറകോട്ട് വലിക്കുന്നവനുണ്ടാകും. സന്മാർഗത്തിന്റെ ദിശയിലേക്ക് ഏതെങ്കിലും നിലക്ക് എന്നെ കൊണ്ടാവുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നവന്റെ മനസ്സ് മരവിപ്പിച്ചുകൊണ്ട് ഫിത്നയുണ്ടാക്കുന്നവരുണ്ടാകും. ഇവിടെയൊക്കെ സഹിക്കണേ, ക്ഷമിക്കണേ, പതറാതെ നിന്നോളണേ. അതല്ലേ പ്രതിസന്ധികൾ വന്ന ഘട്ടത്തിലൊക്കെ മഹാന്മാരൊക്കെ പ്രാർത്ഥിച്ചതെന്താണ്? റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സബ്ർ ചൊരിഞ്ഞു തരണമേ, ക്ഷമ നീ ഞങ്ങൾക്ക് വാരിക്കോരി ഒഴിച്ചു തരണമേ, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയൊളിക്കുന്നവനല്ല യഥാർത്ഥത്തിലുള്ള മുസ്ലിം. ഫിത്നകൾ ഉള്ളയിടത്തും ഉറച്ചു നിൽക്കാൻ കഴിയണം. ഹക്കേതാണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഫിത്നകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ പൊരുത്തമാണ് എനിക്ക് വലുതെന്ന നിലക്ക് ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറിപ്പോകേണ്ടതുണ്ട്. അങ്ങനെ ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് ഉയരുവോളം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ വിശ്വാസം ശരിയാവണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം, സതുപദേശങ്ങളുടെ കാര്യത്തിൽ സഹകരിക്കലും അത് നടത്തുകയും ചെയ്യണം. ആ മാർഗത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചോളണം, സഹിച്ചോളണം, ക്ഷമിച്ചോളണം. ധാരാളം കേൾക്കും, ഒരുപാട് പരിഹസിക്കും, ഒരുപാട് കുറ്റപ്പെടുത്തും, ദേഹോപദ്രവം വരെ ഏൽപ്പിച്ചു എന്ന് വന്നേക്കും, കൊന്നുകളഞ്ഞു എന്ന് വന്നേക്കും, പലതും ചെയ്യും. ലോകത്ത് മഹാന്മാരൊക്കെ പലതും അനുഭവിച്ചവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. പക്ഷേ എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ആദർശത്തെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്തിക്കുവാൻ ആര് ബഹിഷ്കരിച്ചാലും, ആര് പുറത്താക്കിയാലും, ആര് മഹല്ല് വിലക്കിയാലും, ആര് മക്ബറകൾ വിലക്കിയാലും, ആര് ഏത് രൂപത്തിലുള്ള എതിർപ്പുകളുമായി വന്നാലും ഉറച്ചു നിൽക്കാൻ ഏതൊരു വിശ്വാസിക്ക് സാധിക്കുന്നുവോ അവന് മാത്രമാണ് പരലോകത്ത് നഷ്ടത്തിൽ നിന്ന് മുക്തമായി രക്ഷ കിട്ടുന്നതെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരുന്നു. ഇതാ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന സന്ദേശം. ഇതിലാരും ഒഴിവല്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെല്ലാവരും ഒന്ന് ആലോചിക്കുക, ഈ 4 ഗുണങ്ങളിൽ എത്ര എണ്ണം എൻ്റെ ജീവിതത്തിലുണ്ട്? എന്നിട്ട് ഓരോരുത്തരും അതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ വീട്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കൾ വളരുന്ന വീടുകളുണ്ട്. ദമ്പതികൾ തമ്മിൽ, ഭാര്യാഭർത്താക്കൾ കണ്ടാൽ കീരിയും പാമ്പും പോലെ കടിച്ചു കീറുന്ന സ്നേഹമെന്തെന്ന് നഷ്ടപ്പെട്ട വീടുകളുണ്ട്. ഇണച്ചേർച്ചയില്ലാതെ സ്വരച്ചേർച്ചയില്ലാത്ത വീടുകളുണ്ട്. എന്താ കാരണം? ആർക്കും ആരെയും വിശ്വാസമല്ല. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലം. എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ വിശ്വാസമില്ല, നിങ്ങൾക്ക് എന്നോട് പറയാൻ വിശ്വാസമില്ല. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഭാര്യയോട് മിണ്ടാൻ നേരമില്ല, മക്കൾക്ക് വാപ്പയോടോ ഉമ്മയോടോ സംസാരിക്കാൻ നേരമില്ല. വീട്ടിൽ ഒരു 4-5 മെമ്പർമാരുണ്ടെങ്കിൽ 5 ആളുടെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. 5 ആളുകളും അതാ വിരൽ കൊണ്ട് ഇങ്ങനെ തോണ്ടിക്കളിക്കുകയാണ്. ജോലി കഴിഞ്ഞു, ഭർത്താവ് വന്നു, നെറ്റിലിരുന്നു, വാട്സപ്പിലിരുന്നു, ഗൂഗിളിലിരുന്നു, ഫേസ്ബുക്കിലിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിലൂടെ അതാ തൊട്ടുപുറത്ത് പ്രായമായി ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായിട്ട് ഉമ്മ എന്നൊരു വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന ഉമ്മ, ഉപ്പ എന്നൊരു വിളി കേൾക്കാൻ കാതോർത്തിരിക്കുന്ന വല്യുപ്പ, ഉപ്പ. ആ ഉപ്പയെ ഒന്ന് നോക്കാൻ നേരമില്ലാതെ അമേരിക്കയിലും യൂറോപ്പിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ആളുകളുമായി ചാറ്റിങ്ങിലാണോ മനുഷ്യ നീ സമയം കാണുന്നത്?
തൊട്ടടുത്തുള്ള ഉമ്മയോട് സ്നേഹിക്കാൻ നിനക്ക് നേരമില്ല. നീ നിന്റെ ഫേസ്ബുക്കിൽ അതേ തിരക്ക് കൂട്ടിക്കൊണ്ട് അതിനെത്ര ലൈക്ക് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. സ്വന്തങ്ങളോടുള്ള ബന്ധമതാ നഷ്ടപ്പെടുന്നു. ഭാര്യക്ക് ഭർത്താവിന് സംശയം, തിരിച്ചിങ്ങോട്ടും സംശയം. പുറത്തിറങ്ങിയാൽ സ്വസ്ഥതകളില്ല, വീട്ടിലേക്ക് വരണമെന്നില്ല, വന്നാൽ തന്നെ മിണ്ടാട്ടമില്ല. ഇങ്ങനത്തെ ഒരു ദുരന്തം വേറൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെയൊക്കെ പരിഹാരം എന്താണ്? ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ അറിയുന്നില്ല, നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. അതുകൊണ്ട് നിയമങ്ങൾ അറിഞ്ഞോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം രാവിലെ സുബഹിക്ക് മുമ്പേ ഉണരുന്ന വീടുകളാവണം. അവിടെ നല്ലത് കേൾക്കണം, നല്ല പ്രാർത്ഥനകൾ പറഞ്ഞ് എഴുന്നേൽക്കുന്ന മക്കൾ വളരണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലി സലാം പറഞ്ഞു പോകുന്ന മക്കൾ വേണം. നല്ല നിലക്ക് യാത്രയാക്കുന്ന ഭാര്യ വേണം. ഭർത്താവ് ജോലിക്ക് പോയി ഇനിയതാ വീട്ടിൽ ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ സമയം കളയുന്ന, അതല്ലെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് നേരം കളയുന്ന മക്കളല്ല, ഭാര്യമാരല്ല വേണ്ടത്. മറിച്ച് റബ്ബിനോട് കൃത്യമായി ബഹുമാനമുള്ള, ആദരവുള്ള, റസൂലുള്ള പഠിപ്പിച്ച അന്യൂനമായ ആദർശത്തോട് കൂറുള്ള, ഭക്തിയുള്ള ആ ഒരു നിലവാരത്തിലേക്ക് കുടുംബാന്തരീക്ഷങ്ങൾ തീർച്ചയായും പരിവർത്തിപ്പിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങൾ ഇവിടെ വർദ്ധിക്കും. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള റൂമിലിരുന്നു കൊണ്ട് കാമുകനെ വിളിച്ചു വരുത്തും. നിങ്ങൾ ഉറങ്ങിയാൽ രാത്രി 2 മണിയായാൽ വിളിച്ചു പറയും, അടുക്കളവാതിൽ തുറന്നിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാഗതം. 2 മണി മുതൽ 3 മണി വരെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു. നിങ്ങൾ ഉണരുന്നത് 5 മണിക്കും 6 മണിക്കുമാണ്. രാത്രി 2 മണിയുടെയും 3 മണിക്കും ഇടയിൽ ഏതോ ചെറുപ്പക്കാരൻ എവിടെ നിന്നോ വന്നോ നിങ്ങളുടെ കൂടെ കഴിയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല. അതെ, ഇവിടെയൊക്കെ എന്താണ് മാർഗം? പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇതൊക്കെ നിർത്താൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം? എൻ്റെ ഉമ്മമാരെ, ഓരോരുത്തരുടെ ഒപ്പം ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇവൻ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്ന് എത്ര കാലം നമുക്ക് നോക്കി നടക്കാൻ കഴിയും? പിന്നെ എന്താ ഇതിനുള്ള മാർഗം? ഒരൊറ്റ മാർഗമേയുള്ളൂ. അള്ളാഹുവിലുള്ള വിശ്വാസം പഠിപ്പിച്ചോളണം. മക്കളെ, ആരുറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകളുണ്ട്, എന്നെ നോക്കുന്നു. ബാപ്പ ഉറങ്ങും, ഉമ്മയുറങ്ങും, അയൽക്കാരുറങ്ങും, കൂട്ടുകാരുറങ്ങും, എല്ലാവരും ഉറങ്ങും. ഉറങ്ങാത്ത കണ്ണുകളാണ് എൻ്റെ നാഥൻ്റെത്. അവന് ക്ഷീണമില്ല, മയക്കമില്ല. അവൻ എന്നെ കാണുകയാണ്, കേൾക്കുകയാണ് എന്ന ബോധത്തോടെ ജീവിക്കാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്ന് നമ്മെ കൺട്രോൾ ചെയ്യാൻ ബാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, ആരും വേണ്ട, ഭർത്താവും വേണ്ട, ഭാര്യയും വേണ്ട. നമ്മെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഈമാൻ. ഈ ഈമാൻ നിലനിർത്തണം. ഇതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ല. കാരണം നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും എല്ലാവരെയും കയ്യിൽ ഈ സാധനമാണ്. എല്ലാവരും കയ്യിൽ മൊബൈലാണ്, എല്ലാ സംവിധാനങ്ങളുമാണ്. ആർക്കതൊപ്പം നടക്കാൻ കഴിയുക? അവരവരുടെ പരലോകവും ഖബറും ഒക്കെ ഓർത്തുകൊണ്ട് നന്നാവലല്ലാതെ നിവൃത്തിയില്ല. ഇതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ. ഇതിനു വേണ്ടിയാണ് സമൂഹത്തെ അന്യൂനമായ ആദർശം പഠിപ്പിച്ച റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടി വരുന്നത്. ആ ഒരവസ്ഥയിലേക്ക് സഹോദരന്മാരെ നമ്മൾ മാറണം. അങ്ങനത്തെ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ ഹുബ്ബ്, നമ്മുടെ മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പുണ്ടായാൽ പിന്നെ മനുഷ്യർ ഈ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഏതൊക്കെ, ബിദ്അത്തുകൾ ഏതൊക്കെ, ശിർക്കുകൾ ഏതൊക്കെ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജാറങ്ങളിൽ നടക്കുന്ന ജാറം കെട്ടിപ്പടുക്കലും, വിളക്ക് കൊളുത്തലും, നിലവിളക്ക് കൊളുത്തലും, പട്ടുകൊണ്ട് മൂടലും, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും, അവിടേക്ക് നേർച്ചച്ചോറ് കൊടുക്കലും, അവിടേക്ക് കഞ്ഞിവാരലും എല്ലാം തെറ്റാണ്, ശിർക്കാണ് എന്നീ സമൂഹത്തോട് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിലുള്ള വിശ്വാസം, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്കും പഠിക്കുമ്പോഴാണ്. അങ്ങനെ പഠിച്ച് അങ്ങനെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ പ്രിയമുള്ളവരെ പരലോകത്ത് വിജയം നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരർത്ഥത്തിലുള്ള മുന്നേറ്റത്തിലേക്ക് നിങ്ങളെല്ലാവരും മുന്നേറണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായ നിലക്ക് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസവും സദാ
സദാചാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിക്കൊണ്ട് ആരോപണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജിന്നുകളെ, നിങ്ങൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുന്നവരോട്, അല്ല, അത് ഞങ്ങൾക്ക് ആ തൊഴിലില്ല, ഞങ്ങൾ സർവശക്തനായ നാഥൻ്റെ ആളുകളാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ സർവശക്തനായ നാഥനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇനിയും അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സഹായം തേടിയിട്ടുള്ളൂ, ഇങ്ങനെയും അങ്ങനെ മാത്രമേ സഹായം തേടുകയും ചെയ്യുകയുള്ളൂ എന്ന ഏറ്റവും വലിയ ഉറച്ച വിശ്വാസത്തോടെ ആ നിലക്കുള്ള കൃത്യമായ ഉത്ബോധനങ്ങളിലൂടെ വീടുകൾ മുതൽ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കൃത്യമായ പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ വരുന്ന ഏതേത് പരീക്ഷണങ്ങളെയും സഹനത്തോടെ ക്ഷമയോടെ നേരിട്ടുകൊണ്ട് യഥാർത്ഥമായ പ്രബോധന വീതിയിൽ പാതയിൽ മുന്നേറുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തനായ നാഥൻ നമുക്കതിനെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് നീട്ടി സംസാരിക്കുവാൻ എനിക്ക് കഴിയില്ല. ആരോഗ്യപരമായി ശബ്ദസംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കും സുദീർഘമായി സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും എൻ്റെ സംസാരം ടച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര ആരംഭിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾ ആരും മറന്നു പോകരുത്. അല്ലാഹുവിനോട് പ്രത്യേകമായി അവനിലെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കൃത്യമായി തന്നെ, അല്ലാഹുവേ, നീയാണ് എൻ്റെ യാത്രയിലുള്ള കൂട്ട്, നിന്നിലാണ് ഞാനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എൻ്റെ യാത്രയെ നീ മുക്തമാക്കണം, നീ എനിക്ക് ഏറ്റവും വലിയ കാവൽ നൽകണം എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടെയാണ് നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ കൈമൈ മറന്നുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം. എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ സഹകാരികളാവണം. ഈ പരിപാടിയോട് ഒരുപാട് നിലക്ക് സഹകരിച്ചിട്ടുള്ള ആളുകൾ, സ്വർണം കൊടുത്തിട്ട് പോലും സഹകരിച്ച സഹോദരിമാർ, അതുപോലെ തന്നെ ഒരുപാട് അധ്വാനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഇതിനു വേണ്ടി മാസങ്ങളോളമായി വീടുകളിൽ കയറുകയും അതുപോലെ തന്നെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ, എല്ലാവരെയും അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ, പൂർണ്ണമായ പ്രതിഫലം നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി ഉച്ചരിച്ച് സന്തോഷകരമായ സ്വർഗീയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആനന്ദകരമായ മലക്കുകളുടെ സുവിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഏത് സന്ദർഭത്തിലും നീ ഞങ്ങൾക്ക് തുണയാകണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.